ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഞങ്ങളിന്ന് പോകാൻ പോകുന്നത് ഒരു ചെറിയ സ്മോൾ ഷോപ്പിംഗ് ആണ്. ഷാലിനൊരു ഷൂട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡ്രസ് എടുത്ത് ഓൾറെഡി സെലക്ട് ചെയ്തു. ഇനി അതിന് ഓർണമെന്റ്സും ഒക്കെ റെന്റലിന് ഞങ്ങൾ ഓക്കെ ആക്കിയാണ്. പോയിട്ട് വരാം. ഷാലുദാ കേറാണ് മൊബൈൽ കടയ്ക്ക്. നമുക്ക് ചാർജർ വാങ്ങിക്കാനാ. ആഷ് കളർ ഉണ്ട്. ഇതാണ് എടുത്തത്. കൂടുതൽ കാണണം അല്ലേ? ഹെയർ എക്സ്റ്റൻഷൻ വേണം ഗൈസ്. ഹെയർ എക്സ്റ്റൻഷൻ പറ്റും. ഞാനിവിടുത്തെ വോയിസ് കളയാണ്, കാരണം ഇവിടെ ഈ ഷോപ്പിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോപ്പിറൈറ്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് ഷാലു വാങ്ങിച്ച ഹെയർ. നല്ല ക്വാളിറ്റി കുഴപ്പമുണ്ടായിരുന്നില്ല, കേൾസ് കുറവായിരുന്നു. പക്ഷേ പ്രൈസിനനുസരിച്ച് ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഷാലിനും ഇത് വെച്ച് നോക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ ഞാൻ വെച്ച് കൊടുക്കും. അതാണ് അവൾ വെച്ച് നോക്കാൻ പറയുകയാണിത്. അങ്ങനെ ഷാലു ഇത് വെച്ച്, അവിടുത്തെ ചേച്ചിയാണ് വെച്ച് കൊടുത്തത്. ഞാൻ വീഡിയോ എടുത്ത്. അപ്പോൾ ഇത് വെച്ചപ്പോൾ രണ്ട് കളർ. അവളെ ഹെയർ ഓൾറെഡി ബർഗണ്ടി കളറാണ്. അപ്പോൾ ഇത് ബ്ലോണ്ടാണ്. ഇപ്പോൾ രണ്ടും കൂടി മിക്സ് മാച്ച് ആയിട്ട് കിട്ടണമെന്ന്. പക്ഷേ അത് കേൾസ് ചെയ്യുമ്പോൾ അറിയില്ല. അപ്പോൾ അവളിങ്ങനെ ഇത് ആലോചിച്ചിരിക്കുന്നു. നിങ്ങൾ ഈ മിററിൽ നോക്കിയപ്പോൾ രണ്ട് കളറ്. പക്ഷേ അതന്നെ എടുത്തുട്ടാ. കളറേ ആ ബർഗണ്ടി കളറുള്ള കളറുണ്ടോ? ഇത് ബ്ലോണ്ട് അല്ലേ? ഈ തിരിഞ്ഞ് മുടി ഫ്രണ്ടിക്കിട്. ഭംഗിയുണ്ടോ? ഇഷ്ടായാ? തീരെ വളരുന്നില്ല. ശാലു മൊട്ടച്ചിയാണ് ഗൈസ്. ലാസ്റ്റ് ഇതാ ഫ്രണ്ട് പോർഷനിൽ വെക്കുന്ന ഹെയർ എക്സ്റ്റൻഷൻ ഉണ്ടാകുന്നതാണ് ഷാൽ ചോദിക്കുന്നത്. അപ്പോൾ ചേച്ചി ഒരു സ്മോൾ പോർഷൻ ഹെയർ എക്സ്റ്റൻഷൻ കൊടുക്കുകയാണ്. അത് ഫ്രണ്ടിലൊക്കെ വെക്കാം. അവിടെ ഇതാണല്ലേ, ഇതാണ് ഷാലു പറഞ്ഞത്. ഇതെടുക്കണ്ടേ? ഇത് വെച്ചോക്ക്. റെഡി? നെക്സ്റ്റ് എന്താ എടുക്കാൻ പോണേ? ഐലാഷ് വെക്ക്, ഭംഗിണ്ടാവും. രസമുണ്ട്. തിരിഞ്ഞ ഇതല്ല, ഇതിന്റെ ഇടയില വെക്കുക. അവിടെ അല്ല, ഇവിടെ. ഷാലു ഹെയർ എക്സ്റ്റൻഷൻ വെക്കാണ് ഗൈസ്. ഷാലു ഇത് വേറെ സ്റ്റൈലാണ് ഉദ്ദേശിച്ചത് അല്ലേ? ഇങ്ങനെ റൂല് എടുത്തിട്ട് ഇതിങ്ങനെ. ഫാന്റാസ്റ്റിക്. ഇതാണ് ഞാനും പറഞ്ഞത്. ഇങ്ങോട്ട് തിരിഞ്ഞ് ഇതും പിന്നെ എക്സ്റ്റൻഷൻ ലോങ്ങും വെച്ചിട്ട് പറഞ്ഞു ഈ പുറത്തേക്ക് കേറുമ്പോ അങ്ങനെയല്ലായിരുന്നല്ലോ. അറിയില്ല, ഇട്ടടി രസമുണ്ട്. ഇക്കും വേണം കേട്ടാ. ഷാലു കഴിച്ച് രണ്ടെണ്ണം മേടിക്കാനാണ് പ്ലാന്. ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെ, രണ്ട് സൈഡിലും. നെക്സ്റ്റ് നമുക്ക് ഇതന്നെ യെസ്, ഇതാണ് ഇനി ഷാലു വാങ്ങിക്കാൻ പോണത്. ഇതാ ടൈപ്പ്. ഇതിലിങ്ങനത്തെ ടൈപ്പാണ് വാങ്ങിക്കുന്നത്. ഇത്ര വലുതും കുഴപ്പമില്ല അല്ലേ? ഒരു ആലിയ ഭട്ട് ഗൈസ്. ഇതാണ് ആലിയ ഭട്ട് കല്യാണത്തിന് വെച്ചത്.
ബാക്കിൽ നോക്കട്ടെ ഏതാ വേണ്ടേ. Guys, ഇതോ നൈസായി നല്ല സിമ്പിൾ. രസമുണ്ട്. ഗൈസ് ശാല സെലക്ട് ചെയ്ത സെലക്ഷൻ ഇതാണ്. ഇതാണ് ഞാൻ ഇടാൻ പോകുന്നത്. നെക്സ്റ്റ് എന്താ വാങ്ങിക്കാൻ പോണേ? ഞാൻ ഐലാഷ് എക്സ്റ്റൻഷൻ. അങ്ങനെ കുറേ ഐലാഷ് നോക്കി, പക്ഷെ ഭയങ്കര തിക്കായിരുന്നു അതൊക്കെ. എന്നിട്ട് നോക്കി ലാസ്റ്റ് ഒരു ഐലാഷ് കിട്ടി. അത് കുഴപ്പമില്ല, ഒരു മീഡിയം ലെവൽ, അത്രയും ലൈറ്റ് അല്ല, കുറച്ച് മീഡിയം ലെവലിലുള്ളതാണ് കിട്ടിയത്. അപ്പോൾ അത് സെലക്ട് ചെയ്തു. നോക്കി ലാസ്റ്റ് ഇതാണ് സെലക്ട് ചെയ്തത്. ഇത് കുഴപ്പമില്ല, ഒരു ലൈറ്റായിട്ട് കുറച്ച് തിക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെടുത്തു. അതായത് ഒരു ആർട്ടിഫിഷ്യൽ ലുക്കാവും. ഷാലുവിൻ്റെ ഇങ്ങനെ പരത്തി വെക്കണം എന്നൊക്കെയാണ് പറയുന്നത് അവള്. ഞങ്ങളിവിടെ ഒരു നല്ല അടിപൊളി ഒരു ലോക്കറ്റ് വാങ്ങിയത് ഒരു മീഡിയം. അത് മതി. ഒന്നറിയാം, രണ്ടിനടുത്തോ. എന്താ വാങ്ങിക്കാൻ പോണേ? അവിടെ ഉണ്ട് ഷീറ്റ് മാസ്ക്. അത് താഴെ ഷീറ്റ് മാസ്ക് ആണ് ഈ ശാല വാങ്ങിക്കാൻ പോണത്. നടക്ക്. യാസിനമ്മയുടെ ഐലാഷ് ഗ്ലൂ എൻ്റെ കയ്യിലുണ്ട്. എനിക്കൊന്ന് വാങ്ങിച്ചോ. ഏതാ മേടിക്കണ്ടേ? മോയ്സ്ചറൈസർ. ഇതൊരു സ്കിന്നിങ്ങനെ ഇങ്ങനെ സപ്ലൈ നിൽക്കാനുള്ളതാ. സപ്പിളായിട്ട് തുളുമ്പിട്ടാണ് ഷാലിന്റെ മുഖയിൽ നിൽക്കുക ഗൈസ്. മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് ഷാലു കൺഫ്യൂഷനായിട്ട് എന്തെടുക്കണം എന്ന് കൺഫ്യൂഷനായിട്ട് ലാസ്റ്റ് ഈ ഡോക്ടർ റാഷേലിൻ്റെ മിക്സ് ബെറീസ് ഷീറ്റ് മാസ്ക് എടുത്തു. നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് യൂസ് ചെയ്തിട്ട് നോക്കാം എങ്ങനെ ഉണ്ട് എന്നത്. നല്ല രസമുള്ളൊരു മാലയായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഞങ്ങൾ നോക്കി റംഗോലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മാല നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ അടുത്ത് ഞങ്ങൾ നോക്കിയതാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഷാലിതൊക്കെ എടുത്തു. ഞാൻ ലഡൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ല, ഷാലുമാണ് ചെയ്യേണ്ട ആള്. അതെന്താ വെച്ചാൽ ഫേഷ്യല്, പെഡിക്യൂര്, മാനിക്യൂര്, പിന്നെ തൊലി പൊളിച്ചിട്ട് വേറെ തൊലി വെക്കുക. അതാണ് ഷാല് ചെയ്യാൻ പോണത്. ഞങ്ങൾ വന്നത് ഷാല് ഇത് ത്രെഡ് ചെയ്യാൻ പോകുന്നു. ത്രെഡ് തൊലി പൊളിച്ച് വെക്കുക. എനിക്കില്ല. ഷാലിപ്പോൾ ഇങ്ങനെയാണ്, തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണ് നോക്കാം നമുക്ക്. തൊലി പൊളിച്ചിട്ട് ഷാലുവിനെ നോക്കൂ, ഒരു മാറ്റം കണ്ടോ? അതാണ് ഷാലു. ഞങ്ങളിവിടെ ജ്യൂസ് കുടിക്കാൻ വെക്കാം, എന്തെങ്കിലും ഒക്കെ തിന്നാൻ. ജ്യൂസല്ല, എന്തെങ്കിലും. ഇവിടെ കുറച്ച് സാധനമുണ്ട് കണ്ടോ. കാടമുട്ട, പിന്നെ വേറെ എന്തൊക്കെ അട, ഷവർമ്മ. അതെ, ഇതെത്രേ? 50 രൂപ ഒരു പ്ലേറ്റിന്. എത്ര ഉണ്ടാവും? 8 ഷാലു പൊറാട്ട ഫില്ലിങ് മുറിക്കുന്നില്ല. പക്ഷെ ഞാൻ വാങ്ങിച്ചത് ഇതാണ്. ഇത് ഞാൻ മുറിക്കാൻ പറഞ്ഞു. ഈ എന്തുകൊണ്ടാണ് മുറിക്കാൻ പറയാത്തത്? ഞാൻ മേടിച്ചത് ഓള് മുറിക്കാൻ പറഞ്ഞു. ഓള് മേടിച്ചത് മുറിക്കില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് ഞാൻ. ഞാൻ ഹെൽമെറ്റ് ഊരാൻ മറന്നു. ഹെൽമെറ്റ് ഊരാൻ പോകുന്നുള്ളൂ.
സൂപ്പർ. ഇതിന്റെ ഉള്ളിലത്തെ ഫില്ലിംഗ് ഉള്ള ഭാഗം കടിക്കണം, അപ്പോഴാ ടേസ്റ്റ്. നെക്സ്റ്റ് നമ്മൾ പൊറോട്ട റോളാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഒരു ഇതിലും ഇങ്ങനത്തെ ടൈപ്പ് സിംഗറാണ്, ചിക്കൻ്റെ സിംഗറാണ്. ഒരു സോസ് വയ്ക്കണം, സോസിൻ്റെ കുറവുണ്ട്. ഞാൻ ട്രൈ ചെയ്ത സാധനം വന്ന ഷാലുവിൻ്റെ ഇതൊക്കെ കഴിച്ചു. ഇത് കാണുമ്പോൾ കുടിക്കാൻ തോന്നണം, പക്ഷെ ഞാനോട് തരാത്ത കാരണം ഞാൻ ഇതെടുത്ത്. എങ്ങനെയുണ്ട്? എന്ത് ടേസ്റ്റ് ഇത് ഇതാ പറഞ്ഞിട്ട് ഞാൻ ഇത് തിന്നാൻ പോവാട്ടാ. മനസ്സിലാവില്ലല്ലോ. ഞാൻ അത് ചതക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഫേസ് അങ്ങനെ ഷാലു ഒക്കെ വിശപ്പ് മാറാതെ വാങ്ങിച്ചതാണിത്. എൻ്റെ വിശപ്പ് മാറി, പക്ഷെ അവൾ വാങ്ങിച്ചതാണെങ്കിൽ ഒന്ന് ടേസ്റ്റ് നോക്കി കേട്ടോ. അറിയില്ല, ഞാൻ കുടിച്ചത്. ഷാലില്ലാത്ത സമയത്ത് ഞാൻ കട്ട് കുടിച്ച് കഴിച്ചു. ഞാൻ വിദഗ്ധമായി കണ്ടുപിടിച്ചു. CBI ബ്രെയിൻ. അതാ ഞങ്ങള് വാങ്ങിച്ച് ഇവിടെ വീട്ടിലെത്തി. ഞങ്ങൾ ഓക്കെ, ഇപ്പം ഞങ്ങളെ ഷോപ്പിംഗ് വ്ലോഗ് ഇവിടെ അവസാനിച്ചു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.